ആത്മീക ഉത്തരവാദിത്വത്തിൻ്റെ പ്രാധാന്യം. ക്രിസ്തീയ ജീവിതത്തിൽ ആത്മീക ഉത്തരവാദിത്വം എന്നത് ഒഴിച്ചുകൂടുവാനാകാത്ത ഒരു ഘടകമാണ്. ഒറ്റയ്ക്ക് നടന്നാൽ തെറ്റിപ്പോകാനുള്ള സാധ്യതകളേറെയാണ്. അതുകൊണ്ട് നമ്മുടെ ആത്മീക യാത്രയിൽ നമ്മെ പ്രോത്സാഹിപ്പിക്കുവാനും നമ്മെ തിരുത്തുവാനും താങ്ങി നിർത്തുവാനും കഴിയുന്ന സഹവിശ്വാസികളുടെ ആവശ്യം ഏറെയാണ്. ദൈവവചനത്തിൽ നാം പരസ്പരം സഹായിക്കേണ്ടെന്ന പ്രാധാന്യത വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിക്കുവിൻ. നീതിമാന്റെ ശ്രദ്ധയേറിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നുവെന്ന് യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ കാണുന്നു. ഇത് കേവലം രോഗസൗഖ്യത്തെക്കുറിച്ചുള്ള ഒരു വാക്യം മാത്രമല്ല, പക്ഷേ നമ്മുടെ പാപങ്ങളെയും ബലഹീനതകളെയും കുറവുകളെയും കുറിച്ച് വിശ്വസിക്കാവുന്ന ഒരാളോട് തുറന്ന് പറയുന്നതിൻ്റെ പ്രാധാന്യം കൂടി ഈ വചനം എടുത്തു കാണിക്കുന്നു. എബ്രായർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 24-25 വാക്യങ്ങൾ, ചിലർ ചെയ്യുന്നത് പോലെ നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ തമ്മിൽ പ്രബോധിപ്പിച്ചുകൊണ്ട് സ്നേഹത്തിലും സൽപ്രവൃത്തികൾക്കും ഉത്സാഹം വർദ്ധിപ്പിപ്പാൻ അന്യോന്യം സൂക്ഷിച്ചുകൊള്ളുക. നാൾ സമീപിക്കുന്നു എന്ന് കാണുന്തോറും അത് അധികമായി ചെയ്യേണ്ടതാകുന്നു. ഒരു സമൂഹത്തിൻ്റെ ഭാഗമായി നാം ജീവിക്കുമ്പോൾ നാം പരസ്പരം ഉത്തരവാദിത്തങ്ങളുള്ളവരായിരിക്കുകയും ആത്മീകമായി വളരുവാനും ആത്മീകമായി പരസ്പരം സഹായിക്കുകയും ചെയ്യണം. ഒരാൾ വീഴുമ്പോൾ താങ്ങിപ്പിടിക്കുവാനും തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുവാനും അവരെ ജീവിതത്തിൽ പ്രോത്സാഹിപ്പിക്കുവാനും മറ്റുള്ളവർക്ക് കഴിയണം. ആത്മീക ഉത്തരവാദിത്വം നമ്മുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തുകയും ദൈവത്തോടുള്ള നമ്മുടെ ബന്ധം ആഴത്തിലാക്കുകയും ചെയ്യുന്നു. ക്രിസ്തുവിനെ പോലെ ആകുവാൻ ഈ ആത്മീക ഉത്തരവാദിത്തങ്ങൾ നമ്മെ സഹായിക്കുകയും ചെയ്യും. ഗോഡ് ബ്ലെസ് യു.